ആഭിചാരദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ദേവതമാരും പ്രാർത്ഥനകളുമാണ് പറയുന്നത്. ആഭിചാരദോഷത്തിന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ദേവൻ ഹനുമാൻ സ്വാമിയാണ്. ഇത് ഹനുമാൻ ചാലീസയുടെ ഫോട്ടോ ആണ്. ഹനുമാൻ ചാലീസ ദിവസവും രാവിലെ ചൊല്ലുന്നത് ആഭിചാരദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വളരെ ഉത്തമമാണ്. പക്ഷേ ശ്രീരാമസ്തുതിയോ ശ്രീരാമനാമമോ ചൊല്ലിയിട്ട് ഹനുമാൻ സ്തോത്രങ്ങളോ പ്രാർത്ഥനകളോ ചൊല്ലാൻ പാടുള്ളൂ. ഇത് ആഭിചാരദോഷത്തിനൊരു പെട്ടെന്നുള്ളൊരു ഫലപ്രദമാണ്. അതുപോലെ മുരുകൻ ആഭിചാരദോഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. സുബ്രഹ്മണ്യ കവചം, സുബ്രഹ്മണ്യ ഭുജംഗം ഇതൊക്കെ ആഭിചാരദോഷത്തിന് വളരെ ഫലപ്രദമാണെന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ സാക്ഷാൽ നരസിംഹസ്വാമി ഭഗവാൻ എത്ര കഠിനമായ ആഭിചാരദോഷങ്ങളെ മാറ്റുന്നതാണ്. ഇപ്പോൾ ശ്രീലക്ഷ്മി നൃസിംഹ സ്തോത്രമുണ്ട്. ശ്രീമദ് പയോനിധേ നിധികേതന ചക്രപാണി യൂട്യൂബിലൊക്കെ കിട്ടും ഈ പറഞ്ഞ സ്തോത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ്, ആഭിചാരത്തിന് ഫലപ്രദമാണ്. അതേപോലെ നമുക്ക് ദുർഗാദേവിയെ ഭജിക്കാം. ദുർഗാദേവിയുടെ അഷ്ടോത്തര ശതനാമാവലിയോ ദുർഗാസ്തോത്രമോ ഒക്കെ ചൊല്ലാം. അതുപോലെ ഭദ്രകാളി 10 ഭദ്രകാളി സ്തോത്രങ്ങൾ, ഭദ്രകാളി പ്രീതികരമായ ധ്യാനങ്ങളൊക്കെ ചെയ്യുന്നത് ആഭിചാരദോഷത്തിന് വളരെ ഫലപ്രദമാണ്. നമ്മൾ ആഭിചാരത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളോരോ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ സാക്ഷാൽ ശ്രീ മഹാദേവൻ സർവ്വ ആഭിചാരദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നല്ലതാണ്. ഭഗവാന്റെ സ്തോത്രങ്ങൾ, ശിവപഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം അതുപോലുള്ള സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്നത് ആഭിചാരദോഷങ്ങളിൽ നിന്നും വളരെയധികം മുക്തി കിട്ടും. പ്രത്യേകിച്ച് ഭഗവാന്റെ നടരാജഭാവത്തിലുള്ള ആരാധനയൊക്കെ വളരെ ഫലപ്രദമാണ്. ശ്രീ വരാഹമൂർത്തി സ്തോത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ആഭിചാരത്തിന് പറ്റിയ പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ടെങ്കിലും ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയതും ഈ പറഞ്ഞതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ കവചങ്ങൾ, നമ്മൾ ഇഷ്ടദേവതയുടെ കവചങ്ങൾ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പിന്നെ സുബ്രഹ്മണ്യ കവചത്തിൻ്റെ കാര്യം പറഞ്ഞു. സുബ്രഹ്മണ്യ കവചം ആഭിചാരത്തിൽ നിന്ന് കുറച്ച് പ്രത്യേകത ഉള്ളതാണ് ആഭിചാരദോഷത്തിന്. അതുപോലെ നരസിംഹസ്വാമിയുടെ ആണെങ്കിലും കവചങ്ങളൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ ഏറ്റവും അധികം കുലദേവതയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. ആഭിചാരദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആദ്യം മുക്തി തരുന്നത് കുലദേവതയാണ്. കുലദേവതയെ ആദ്യം പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഫലം ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പേ ഗണപതി പ്രീതി വളരെ നല്ലതാണ്.